പുതിയൊരു അധ്യായം ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു. ദേശീയതയും സംസ്കാരവും. അപ്പോൾ ദേശീയതയും സംസ്കാരവും, നാഷണാലിസം ആൻഡ് കൾച്ചർ. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ബേസ് എന്താണെന്നൊക്കെ ഞാനൊന്ന് സൂചിപ്പിച്ചു. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റീസ്, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആ ഒരു അവസ്ഥ. എന്താണ് നാനാത്വത്തിൽ ഏകത്വം എന്നതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. പിന്നീട് നാഷണാലിസം, ദേശീയത, ഇന്ത്യക്കാരിൽ ദേശീയ ബോധമുണ്ടാകാനിടയാക്കിയ സാഹചര്യം, ആ ദേശീയ ബോധം ഇന്ത്യക്കാരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയേണ്ട സാഹചര്യം, തുടർന്ന് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുള്ള ഭരണം, ഇന്ത്യയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഇന്ത്യക്കാരെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പഠിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ആ പോർഷൻ ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. വ്യത്യസ്തമായ രീതികളിലൂടെ, മാർഗങ്ങളിലൂടെ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കുന്ന രീതികൾ, അതെല്ലാം ഞാൻ പറഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും, തുടർന്ന് ഇന്ത്യക്കാരുടെ ഇടയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ബ്രിട്ടീഷ് സംസ്കാരത്തെയും ബ്രിട്ടീഷ് ആശയങ്ങളെയും ഇന്ത്യയിൽ നിന്നും പുറന്തള്ളുവാൻ അവർ കാണിക്കുന്ന ആ രീതികളും, തുടർന്ന് വിദേശ സംസ്കാരത്തെയും ഒക്കെ ഇവിടെ വേണ്ട എന്ന് വാദിച്ച ഇന്ത്യക്കാർ ഇന്ത്യൻ സംസ്കാരത്തിനെ വളർത്തുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ 19-20 നൂറ്റാണ്ടുകളിലെ സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മൾ അവിടെ തൊട്ടാണ് ഇനി പഠിക്കേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ, അതിൽ ഞാൻ കുറച്ച് പറഞ്ഞു. സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ്, ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യൻ ദേശീയതയെയും വളർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ആരംഭിച്ച സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ്, മത സാമൂഹിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ആരംഭിച്ച ദ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ഹാഡ് 2 important aims. 2 ലക്ഷ്യങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ഒന്നെന്ന് പറയുന്നത് ദ സോഷ്യൽ എവിൽസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളെ, തിന്മകളെ ഇല്ലായ്മ ചെയ്യുക. ഇന്ത്യയിൽ ആരംഭിച്ച സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സിൻ്റെ അഡ്വക്കേറ്റ്സിന്, റിഫോമേഴ്സിന്, പരിഷ്കർത്താക്കൾക്ക് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ദ ഇറാഡിക്കേഷൻ ഓഫ് സോഷ്യൽ എവിൽസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ സാമൂഹിക തിന്മകളെ, സാമൂഹിക അനാചാരങ്ങളെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കുക ഒന്നത്. 2, എല്ലാ ജനങ്ങൾക്കും വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, യാതൊരു വിവേചനവും കൂടാതെ എല്ലാവർക്കും വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം ചെയ്യാനുമുള്ള അവകാശം നേടിയെടുക്കുക. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും യാതൊരുവിധ വിവേചനം കൂടാതെ, വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, they had the right to attain, right to education, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം, വസ്ത്രം ധരിക്കാനുള്ള അവകാശം, ഇത് നേടിയെടുക്കുക. അപ്പോൾ ഒന്ന്, ഇന്ത്യയിലെ സാമൂഹിക തിന്മകൾ, സാമൂഹിക അനാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുക. എല്ലാവർക്കും പല
അവകാശങ്ങളും നേടിയെടുക്കുക, ഈ പറഞ്ഞ അവകാശങ്ങൾ നേടിയെടുക്കുക. ഇതായിരുന്നു പ്രധാനമായിട്ടും സോഷ്യോ റിലീജിയസ് റിഫോമേഴ്സ് പ്രധാനമായിട്ടും എയിം ചെയ്തത്. But the circumstances that existed in India at the same time was not favorable for attaining this. ഈ പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കാൻ തരത്തിലുള്ള ഒരു സാമൂഹിക സാഹചര്യമായിരുന്നില്ല അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. മുകളിൽ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടുന്ന സാഹചര്യം ആയിരുന്നില്ല ശരിക്കും ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആദ്യം സമൂഹത്തിനെ അനുകൂലമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി. ഇറാഡിക്കേഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം, അന്ന് നിലവിലുള്ള ജാതി വ്യവസ്ഥിതി ഇല്ലായ്മ ചെയ്യണം. ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ അന്ന് ജാതി വ്യവസ്ഥിതി നിലനിൽക്കുകയാണ് ഇന്ത്യയിൽ. ആ ജാതി വ്യവസ്ഥിതി ഇല്ലായ്മ ചെയ്യണം. സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം അവസാനിപ്പിക്കണം. വിധവകളുടെ വിഡോ റീമാരേജ് കൊണ്ടുവരണം, പുനർവിവാഹം കൊണ്ടുവരണം. എല്ലാവർക്കും വിദ്യാഭ്യാസം നേടിക്കൊടുക്കണം. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ സാമൂഹിക മതപരിഷ്കരണ നേതാക്കൾക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങളിലെത്തുവാൻ കഴിയൂ, ലക്ഷ്യത്തിലെത്താൻ കഴിയൂ എന്നവർ തിരിച്ചറിഞ്ഞു. ജാതിയുടെ വിവേചനം അവസാനിപ്പിക്കുക, ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, വിധവകളുടെ പുനർവിവാഹം അനുവദിപ്പിക്കുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം അനുവദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേടിയെടുത്താൽ മാത്രമേ ഇന്ത്യൻ സമൂഹത്തിലെ ആ തിന്മകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തിനെ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് മതപരിഷ്കരണ നേതാക്കൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ the socio-religious reformers in India started their work for the purification of society and eradication of social evils existed in India. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടി ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹിക തിന്മകളില്ലായ്മ ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യൻ സോഷ്യോ റിലീജിയസ് റിഫോമേഴ്സ്, മതസാമൂഹിക പരിഷ്കരണ നേതാക്കൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കുന്നു. The father of Indian Renaissance, the prophet of Indian Renaissance, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ, സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റിൻ്റെ മതസാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരൻ, മാർഗദർശി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സോഷ്യോ റിലീജിയസ് റിഫോമർ, മതസാമൂഹിക പരിഷ്കരണ നേതാവ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ തുടക്കക്കാരൻ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രാജാറാം മോഹൻ റോയ്, അദ്ദേഹത്തിലൂടെ
ഇന്ത്യയിൽ മത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമാകുന്നു. The socio-religious movements began with Rajaram Mohan Roy. Through Rajaram Mohan Roy. Rajaram Mohan Royയിലൂടെ ഇന്ത്യയിലെ മത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞു. Rajaram Mohan Roy. He mainly stand against the social evils in India. ഇന്ത്യയിലെ സാമൂഹിക തിന്മകൾക്കെതിരെ, സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെ, സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായി പോരാടി. ആൻഡ് ഓൾസോ അഗൻസ്റ്റ് he gave more attention to സതി. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടി. പ്രധാനമായിട്ടും സതി എന്ന സാമൂഹിക ദുരാചാരത്തിനെതിരെ. ഇന്ത്യൻ സമൂഹത്തിലെ, ഇന്ത്യൻ സൊസൈറ്റിയിലെ തിന്മകൾക്കെതിരെ പോരാടിയ ഇദ്ദേഹത്തിൻ്റെ പ്രധാന പോരാട്ടം എന്ന് പറയുന്നത് സതി എന്ന് പറയുന്ന ദുരാചാരത്തിനെതിരെയായിരുന്നു. And he also started his socio-religious movement that called Brahma Samaj. Rajaram Mohan Roy അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമായിരുന്നു ബ്രഹ്മ സമാജം. ബ്രഹ്മസമാജം എന്ന് പറയുന്ന ആ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങൾ. മെയിൻലി അഗൻസ്റ്റ് ദ സോഷ്യൽ evils in India and also against the സതി സിസ്റ്റം in India. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക ദുരാചാരങ്ങൾക്കും പ്രധാനമായിട്ടും സതി എന്ന് പറയുന്ന ദുരാചാരത്തിനുമെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം. അതിനുവേണ്ടി അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. അദ്ദേഹം രാജാറാം മോഹൻ റോയ് പറയുന്നുണ്ട്, വ്യക്തമായി അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഇന്ത്യയിൽ ആദ്യം അവസാനിപ്പിക്കേണ്ടുന്നത് the division of people based on caste system. ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിച്ച് നിർത്തിയിരിക്കുന്നത് ആദ്യം അവസാനിപ്പിക്കണം. ജാതിയുടെ പേരിലുള്ള വിഭജനം, ജനങ്ങളുടെ ഇടയിലുള്ള വിഭജനം അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ഇന്ത്യ എന്ന് പറയുന്ന ആശയം അദ്ദേഹം ജനങ്ങളുടെ മുന്നിലോട്ട് വയ്ക്കുന്നു. ഒരൊറ്റ ഇന്ത്യ, അവിടെ ഒരു ജാതിയുടെയും ഒരു മതത്തിൻ്റെ പേരിലുള്ള ഡിവിഷൻ പാടില്ല. ജനങ്ങളുടെ ഇടയിലുള്ള ആ വിവേചനം, ജാതിയുടെ പേരിലുള്ള വിവേചനം അവസാനിപ്പിച്ചുകൊണ്ട് ഏകരാഷ്ട്രം എന്ന് പറയുന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചപ്പോൾ this also helped for the Indians, the growth of nationalism among them. രാജാറാം മോഹൻ റോയ് പറഞ്ഞ ഈ ആശയം ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിൽ, ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ഒരു ദേശീയ ബോധം വളർത്തി. ഒരൊറ്റ ഇന്ത്യ എന്ന് പറയുന്ന ബോധം. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ജനങ്ങളുടെ മനസ്സിൻ്റെ ഐക്യമാണ് ദേശീയത. അത് തന്നെയാണ് രാജാറാം മോഹൻ റോയ് പറയുന്നത്. നോ ഡിസ്ക്രിമിനേഷൻ അമംഗ് ദ പീപ്പിൾ മെയിൻലി ബേസ്ഡ് ഓൺ കാസ്റ്റ് സിസ്റ്റം. ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിക്കരുത്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് മാറ്റിവെക്കുക. ഒരൊറ്റ രാഷ്ട്രം,
ഐക്യരാഷ്ട്രം അദ്ദേഹം പ്രദാനം ചെയ്തപ്പോൾ, അദ്ദേഹം തൻ്റെ ആശയത്തിലൂടെ പറഞ്ഞപ്പോൾ അത് ഇന്ത്യക്കാരിൽ ദേശീയ ബോധം വളരുന്നതിൽ നാഷണാലിസം വളരുന്നതിന് വഴിയൊരുക്കി. The next he said about the upliftment of women in India. ഇന്ത്യയിലെ സ്ത്രീകളുടെ ഉന്നമനമാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. To raise the status of Indian women in society. സമൂഹത്തിൽ ഇന്ത്യൻ സ്ത്രീകളുടെ, ഇന്ത്യൻ വനിതകളുടെ സ്ഥാനം, സമൂഹത്തിൽ അവർക്ക് എങ്ങനെ വനിതകളുടെ, സ്ത്രീകളുടെ ഉന്നമനം നേടിയെടുക്കാം എന്ന് രാജാറാം മോഹൻ റോയ് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇന്ത്യൻ സ്ത്രീകളുടെ സമൂഹത്തിലെ സ്റ്റേറ്റസ് എങ്ങനെ ഉയർത്താം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വനിതകളുടെ സമൂഹത്തിലെ, അതായത് ഇന്ത്യൻ വനിതകളെ, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് യാതൊരുവിധ അംഗീകാരവും കിട്ടാതെ കിടന്നു. സ്ത്രീകൾക്ക് ബഹുമാനവും ആദരവും അംഗീകാരവും ഒക്കെ ലഭിക്കണമെങ്കിൽ എന്ത് കിട്ടിയാൽ, എന്ത് ലഭിച്ചാൽ, എന്ത് ചെയ്താൽ ഇവർക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം കിട്ടും? ദാറ്റ് മീൻസ് എല്ലാവരും അവരെ അംഗീകരിക്കും. നിങ്ങളുടെ മനസ്സിനകത്ത് പലതും, പല ആൻസർ ഓടിയെത്തും. സ്ത്രീകളുടെ ഉന്നമനത്തിന് രാജാറാം മോഹൻ റോയ് പറഞ്ഞത് എന്താണ് എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഫോർ ദ റൈസ് ഓഫ് ഇന്ത്യൻ വിമൻ സ്റ്റാറ്റസ്, ഇന്ത്യൻ സ്ത്രീകളുടെ സ്റ്റാറ്റസിൻ്റെ ഉന്നമനത്തിന് വേണ്ടി രാജാറാം മോഹൻ റോയ് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തിലൂടെ അല്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ ഓടിയെത്തിയത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നായിരിക്കും. വിദ്യാഭ്യാസം നൽകുമ്പോഴത്തേക്ക് സ്ത്രീകളെ മറ്റുള്ളവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും സൊസൈറ്റിയിൽ ഉയർന്ന സ്ഥാനം ലഭിക്കുകയും ചെയ്യും എന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ചിന്ത. പക്ഷെ രാജാറാം മോഹൻ റോയ് അതല്ല പറഞ്ഞത്. റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്ത്രീകൾക്ക് സ്വത്തിനുള്ള അവകാശം കൊടുത്താൽ മതി. സ്ത്രീകൾക്ക് സ്വത്തിനുള്ള അവകാശം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ഇന്ത്യൻ വനിതകളുടെ സാമൂഹിക പദവി ഉയരും. ശരിയാണ്. സ്വത്ത് പണം തന്നെയാണ്. പണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളെയും, എല്ലാവരും അവർക്ക് വേണ്ടുന്ന ബഹുമാനവും ആദരവും സമൂഹത്തിൽ അവരുടെ സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കും. അതിന് അവർക്ക് എന്ത് വേണം? സ്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി. അപ്പോൾ സ്വത്തിനുള്ള അവകാശമാണ് രാജാറാം മോഹൻ റോയ് മുന്നോട്ട് വെച്ചത്. പറഞ്ഞ മനസ്സിലായല്ലോ. രാജാറാം മോഹൻ റോയ് ആണ് സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. ഇന്ത്യയിലെ സാമൂഹിക തിന്മകൾക്കെതിരെയും പ്രധാനമായിട്ടും സതി എന്ന് പറയുന്ന ദുരാചാരത്തിനെതിരെയുമുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ പോരാട്ടം. ഇതിനുവേണ്ടി അദ്ദേഹം ബ്രഹ്മസമാജം എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രസ്ഥാനം ഇവിടെ ആരംഭിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നത് ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ഇന്ത്യ, ഐക്യ ഇന്ത്യ അദ്ദേഹം പറയുമ്പോൾ ആ ഒരൊറ്റ ഇന്ത്യ എന്ന് പറയുന്ന ആശയം ജനങ്ങളിൽ ഒരു നാഷണാലിസം, ദേശീയ ബോധമാണ് വളർത്തിയെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലക്ഷ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയം, എന്താശയം? ജാതിയുടെ പേരിലുള്ള വേർതിരിവില്ലാതെ ഒരൊറ്റ ഇന്ത്യ. ജനങ്ങൾ ഒരുമിക്കുകയാണ് രാഷ്ട്രത്തിന് വേണ്ടി.
അത് ജനങ്ങളിൽ ദേശീയ ബോധമാണ് വളർത്തിക്കൊടുത്തത്. അടുത്തതായിട്ട് ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളുടെ ഉന്നമനം, സ്ത്രീകളുടെ വളർച്ച, സ്ത്രീകളുടെ സ്റ്റാറ്റസ് ഉയർത്തുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് അവർക്ക് സ്വത്തിനുള്ള അവകാശം കൊടുക്കുക. സ്ത്രീകൾക്ക് സ്വത്തിനുള്ള അവകാശം ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിൽ അവരുടെ സ്റ്റാറ്റസ് ഉയരും. ശരി തന്നെയാണ്. അങ്ങനെ ഫോളോയിങ് ദിസ് so many socio-religious reformers came to the mainstream of Indian society. ഇദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ട് ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ റിനൈസൻസിന് വേണ്ടി, ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാൻ വേണ്ടി, സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി രാജാറാം മോഹൻ റോയിയെ പിന്തുടർന്നു വന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ റിഫോമർ ആയിരുന്നു ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഇന്ത്യയിലെ വിധവകളുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയ, വിഡോ റീമാരേജിന് വേണ്ടി ശബ്ദമുയർത്തിയ മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. വിധവകളുടെ പുനർവിവാഹം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. സ്ത്രീകളുടെ വിദ്യാഭ്യാസം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് 1956 the British government passed വിഡോ റീമാരേജ് ആക്ട്. 1856 വിഡോ റീമാരേജ് ആക്ട്, വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കപ്പെട്ടു. വിധവകൾക്ക് പുനർവിവാഹം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രവർത്തന ഫലമായിട്ട് 1856 ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കുന്നു വിധവ പുനർവിവാഹ നിയമം, വിഡോ റീമാരേജ് ആക്ട്. തുടർന്ന് ഇന്ത്യൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും നേട്ടങ്ങൾ കൊയ്തെടുത്തു. വിധവകൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു സ്കൂള് ഈ കാലഘട്ടത്തിൽ ബോംബെയിൽ ശാരദാ സദൻ എന്ന പേരിൽ ആരംഭിച്ചത് മറ്റൊരു സാമൂഹിക പ്രവർത്തക, സോഷ്യൽ റിഫോമർ, സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിത രമാഭായി ശാരദാ സദൻ എന്ന് പറയുന്ന വിദ്യാലയം വിധവകളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ചതാണ് ശാരദാ സദൻ. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ ഇന്ത്യൻ സാമൂഹിക മത പരിഷ്കരണ മേഖലയിലേക്ക് കടന്നു വരുന്നു. ഈ പറഞ്ഞ രാജാറാം മോഹൻ റോയിയും ഈശ്വരചന്ദ്ര വിദ്യാസാഗറും പണ്ഡിത രമാഭായിയും ഒക്കെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സാമൂഹിക മത പരിഷ്കരണ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഇതുകൂടാതെ ധാരാളം സാമൂഹിക പരിഷ്കർത്താക്കൾ ഇന്ത്യൻ സൊസൈറ്റിയിലേക്ക്, ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആരൊക്കെയായിരുന്നു അവർ,
എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഏതായാലും ശരി, ഞാൻ ഈ പോർഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ ആ ചാപ്റ്ററിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ബൈ.